എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കുക്കറിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടൊമാറ്റോ റൈസാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു കുക്കർ അടുപ്പിൽ ചൂടാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് നമുക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലോട്ട് ഏലക്ക, ഗ്രാമ്പു, പട്ട, പിന്നെ ഒരു ബേ ലീഫും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ജീരകമാണ്. ചെറിയ ജീരകമാണ് ഇടുന്നത്. 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ അതിട്ട് ഞാൻ 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർക്കുന്നുണ്ട്. ഉഴുന്ന് പരിപ്പായാലും കുഴപ്പമില്ല. പിന്നെ വേണ്ടത് സവാളയാണ്. 2 സവാള ചെറുതായി കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. സവാള ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്കതിലോട്ട് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ചെടുത്താണിത്. പിന്നെ വേണ്ടത് 2 പച്ചമുളകാണ്. ഒന്ന് നടുകീറിട്ട് അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ചേർക്കേണ്ട തക്കാളിയാണ്. 3 തക്കാളി ചെറുതായി കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി നന്നായിട്ടൊന്ന് വഴന്ന് വരണം. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കണം. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ സാമ്പാർ പൗഡറാണ്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോവും. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇതെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലോട്ട് അരി വേവാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. 2 കപ്പ് അരിയാണ് എടുക്കുന്നത്. അതുകൊണ്ട് 4 കപ്പ് വെള്ളം ചേർക്കുന്നു. 1 കപ്പിന് 2 കപ്പ് വെള്ളം എന്ന രീതിയിൽ ചേർക്കാം. ഇനി വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് തരട്ടെ. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. പിന്നെ നന്നായി കഴുകി വെച്ച അരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇനി 3 വിസിൽ വരുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. കുക്കർ അടച്ച് വെച്ച് 3 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം. നമ്മുടെ അടിപൊളി ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസാണ്. എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.